Good afternoon to all. Good afternoon, ma'am. Good afternoon. Good afternoon. Hi, Santosh. This is Santosh. I'm going to respond. Okay, good afternoon. Let's take a show. Have you had your lunch? Yes. Yes. Okay. Then എന്തൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുന്നു എങ്ങനെ പോകുന്നു ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു സുഖാണ് മാം നന്നായിട്ട് പോകുന്നു ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നു നിങ്ങൾക്ക് ഒരു അശ്വതി ടീച്ചർ ക്ലാസ് എടുക്കുന്നില്ലേ ഉണ്ടോ ആ ടീച്ചറുടെ ക്ലാസ് എങ്ങനെയുണ്ട് സൂപ്പർ ആണോ സൂപ്പർ ആണല്ലേ ഓക്കെ വേറെ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ എങ്ങനെയാ ടീച്ചറുടെ ക്ലാസ് എടുക്കുന്നുണ്ടോ സംശയം ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോ പറഞ്ഞു അതെന്താ ക്ലാസിന്റെ കാര്യം ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് പറയൂ അശ്വതി ടീച്ചറിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് നല്ലതാണോ നിങ്ങൾക്ക് ബോറടിക്കാറുണ്ടോ പെട്ടെന്ന് ഇതിന് മനസ്സിലാവുന്നുണ്ടോ ഇല്ല മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് മാം നല്ല ക്ലാസ് ആണ് ഇന്നെങ്കിലും നിങ്ങളോട് മിണ്ടിയല്ലോ സന്തോഷമുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് നിങ്ങൾ ചുമ്മാ എപ്പോഴും മിണ്ടാതിരിക്കുകയാണോ ചെയ്യാ അല്ല എല്ലാ ക്ലാസ്സിലും പൊതുവെ നിങ്ങൾ സൈലന്റ് അല്ലേ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എങ്ങനെയുണ്ട് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യോ എല്ലാ ക്ലാസ്സിലും സൈലന്റ് ആയി ഇരുന്നത് ശീലായി പോയതാണ് വല്ലാത്തൊരു ശീലമല്ലേ അതൊക്കെ ശീലമാണോ അതിനൊക്കെ ശീലം എന്ന് പറയാൻ പറ്റുമോ നല്ലൊരു ഹാബിറ്റ് ആണോ അത് ഒരാളോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആളോട് നമ്മൾ തിരിച്ചും സംസാരിക്കണം വേണ്ടേ അത് എന്നെ പോലെ ഒരാള് ഞാൻ ഈ വളവളാന്ന് ഫുൾ ടൈം സംസാരിക്കുന്ന ഒരാളോട് ഇതേപോലെ സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ് സ്റ്റാർട്ടിംഗ് ട്രബിളോ കോഴ്സ് കംപ്ലീറ്റ് ആവാറായി വേറെ ക്ലാസ്സിലൊന്നും സംസാരിക്കുന്നില്ലല്ലോ അപ്പൊ ഈ ക്ലാസ് വരുമ്പോ മാത്രമുള്ള ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ് കഷ്ടമുണ്ട് കേട്ടോ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ വരുന്നുള്ളൂ പക്ഷെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ആഴ്ചയിൽ ഒരു ദിവസം വരുന്നുണ്ടായിരുന്നോ ചേടാ എപ്പോഴും വന്നിരുന്നെങ്കിൽ നിങ്ങൾ നന്നായിട്ട് സംസാരിച്ചു കഴിഞ്ഞിരുന്നല്ലേ ഓ നടക്കാത്ത കാര്യം ആയതുകൊണ്ട് ഇനിയിപ്പോ നിങ്ങളെല്ലാം അങ്ങനെ പറയും നെക്സ്റ്റ് മന്തോട് കൂടി നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആവും അറിയോ നിങ്ങൾക്കത് അറിയോ അറിയാം സന്തോഷമാണോ സങ്കടാണോ സന്തോഷാണെന്നൊക്കെ എങ്ങനെയാണ് സന്തോഷല്ലേ അല്ലെ അതെ മിണ്ടുന്നില്ല കേട്ടോ സങ്കടം ഉണ്ടോ കുറച്ചെങ്കിലും ആരെങ്കിലൊക്കെ മിസ് ചെയ്യോ നിങ്ങള് ഇല്ല സന്തോഷം ഞാൻ ക്ലാസ് എടുക്കാം എന്നിട്ട് കുറച്ചെല്ലാം നമുക്ക് സംസാരിക്കാം ഓക്കെ എനിക്ക് ഈ ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പതുക്കെ പോകുള്ളൂ വളരെ സ്ലോയിൽ പോകുള്ളൂ കേട്ടോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ചാപ്റ്റർ അല്ലെ നമ്മള് കുറച്ച് വഴക്കുണ്ടാക്കി സ്റ്റാർട്ട് ചെയ്തതാണ് എന്നോട് ആരും ഇണ്ടാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് പോയതാണ് അല്ലെ പിന്നെ സംസാരിക്കുകയെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ചാപ്റ്റർ ആയിരുന്നു അത് അന്ന് എന്നോട് ആരും മിണ്ടിയില്ല അതുകൊണ്ട് ഞാൻ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഏതായിരുന്നു മോഡ്യൂൾ 4 ചാപ്റ്റർ 8 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഓക്കെ ഇൻട്രൊഡക്ഷൻ ഒക്കെ അറിയാലോ ജസ്റ്റ് ഈ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങള് ഞാൻ എടുത്തതാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് വായിച്ചു ഓക്കെ വായിച്ചു നോക്കൂട്ടോ
വായിച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യും. വായിച്ചു കഴിയുമ്പോൾ പറയണേ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. ഓക്കെ. ഓക്കെ, വായിച്ചു കഴിഞ്ഞാലോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉള്ളെടുത്താണ് അല്ലെ. ഇൻഫർമേഷൻ സിസ്റ്റം ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഞാൻ പറഞ്ഞിരുന്നാണ് അല്ലെ. ഹോസ്പിറ്റൽ നല്ല ഫോമിലാണെങ്കിൽ പോലും ഇൻഫർമേഷൻ സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതായത് അവിടെയുള്ള സ്റ്റാഫ്, വേറൊരു ഫേമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിന്റെ ആണെങ്കിൽ ഇൻഫർമേഷൻസ് അല്ലെ ആ ഒരു ഫേമിൽ എന്തായാലും ഉണ്ടായിരിക്കും. അത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ. ഇപ്പൊ എല്ലാവരും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഹോസ്പിറ്റലിൽ പറയുമ്പോൾ പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഇൻഫർമേഷൻസും എല്ലാ ഇൻഫർമേഷനും ഈ പറയുന്ന ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ എന്താണ് അപ്ഡേറ്റ് ആയിരിക്കും. ഓക്കെ, സോ അത് കീപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോ അങ്ങനെ അത് മാത്രമല്ല, ഇപ്പോ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ ഹെൽത്ത് ഹിസ്റ്ററി, പിന്നെ ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂൾസ് ആണ്, ഇതെല്ലാം ഈ പറയുന്ന സിസ്റ്റത്തിൽ ഈ പറയുന്ന എല്ലാ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്ന് പറഞ്ഞു. ഈ സിസ്റ്റം ഈ മറ്റ് അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. മീൻസ് ഹെൽപ്ഫുൾ ആണ്. കാരണം അവർക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ബോധർ ചെയ്യാതെ മറ്റുള്ള ഹെൽത്ത് കെയർ അല്ലെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് പേഷ്യൻസിനെ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട്, ക്വാളിറ്റി ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കും. അതിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ഈ പറഞ്ഞൊരു കാര്യം എന്താണ്, വൺ ഓഫ് ദ മേജർ ഇമ്പോർട്ടന്റ് തിങ് ആണ്. അല്ലെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഹെൽത്ത് കെയർ അല്ലെങ്കിൽ പ്രൊവൈഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്, എന്താണ് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. മറ്റ് ഹെൽത്ത് കെയർ ക്വാളിറ്റി കുറച്ചുകൂടെ നല്ല രീതിയിൽ പേഷ്യൻസിനെ കെയർ ചെയ്യാൻ വേണ്ടിയുള്ള ടൈം അവർക്ക് കുറച്ചുകൂടി കിട്ടുകയും ചെയ്യും. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, പിന്നെന്താണ് ഈ പറയുന്നത് HIMS അല്ലെ, ഷോർട്ട് ഫോം ആണ് HIMS. സംടൈംസ് HIMS എന്നും പറയും, HMIS എന്നും പറയും. ഓക്കെ, രണ്ട് കണ്ടാലും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് തന്നെയാണ്. എന്ത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ HMIS എന്ന് വരും. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നാണെങ്കിൽ HIMS എന്ന് വരും. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആണല്ലോ?
എല്ലാം എന്താണ് ഡിജിറ്റൈസ്ഡ് ആണ്, ഡിജിറ്റൽ ആണ്, എല്ലാവരും ഡിജിറ്റലൈസ്ഡ് ആണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. Healthcare management software is a digitized system that helps in controlling the health information of patients in a healthcare facility. ശരിക്കും പറയുകയാണെങ്കിൽ പണ്ടത്തെ കാലത്ത് നമ്മള് എല്ലാം ഒരു ഫയലായിരുന്നു അല്ലെ, എല്ലാവർക്കും അറിയാമോ, ഫയലാണ്. പിന്നീടാണ് കമ്പ്യൂട്ടറിലെ കാര്യങ്ങൾ ഫീഡ് ചെയ്യാനും അതൊക്കെ സൂക്ഷിച്ചു വെക്കാനും തുടങ്ങിയത്. കമ്പ്യൂട്ടർ വന്നതോടുകൂടി ശരിക്കും പറയുകയാണെങ്കിൽ സ്റ്റാഫ്സിന്റെ ജോലി വളരെയധികം കുറവാണ്, അത് സൂക്ഷിക്കാൻ നടക്കണ്ട. ഏറ്റവും വലിയ കാര്യമാണ് ആ ഫയല് സൂക്ഷിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ആവശ്യമില്ല, എല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തൊക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ സൂക്ഷിക്കുമല്ലോ, സാറിന് സിസ്റ്റം സൂക്ഷിക്കുമല്ലോ. അപ്പൊ അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആണ്. അതുമല്ല പെട്ടെന്ന് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കണമെങ്കിൽ തന്നെ ഈസിയാണ്, സെർച്ച് ചെയ്യാം, ഈസിയാണ്. ഓക്കെ, ഒരു ഐ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് ആണ് ഇവിടെ. കണ്ടില്ല പിക്ചർ ഉണ്ടല്ലോ, നിങ്ങൾ വീട്ടിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് പോയ നമ്മൾക്ക് അനുഭവമുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആണ് നമ്മൾ. പിന്നെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. ഒരു ഐ ഹോസ്പിറ്റലിൽ പോവാത്ത ഒരാൾ ഉണ്ടാവില്ല, ശരിയല്ലേ? പോയിട്ടില്ലേ? നിങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടോ? ചുമ്മാ തന്നെ പോയിട്ടുണ്ടോ? ചുമ്മാതല്ല, ഞാൻ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആണ് കേട്ടോ. ഹെൽത്ത് കോൺഷ്യസ് എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങനെ എല്ലാം നോക്കുക അങ്ങനെയല്ല, എന്നാൽ കുറച്ചെങ്കിലും ഏതൊരാളും കുറച്ചെങ്കിലും ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം എന്ന് നിർബന്ധമുള്ള ആളാണ് കേട്ടോ ഞാൻ. ഓക്കെ, എന്നെ കുറിച്ച് എനിക്ക് പറയാറോ, വേറെ എനിക്ക് എന്നെ കുറിച്ച് പറയാറോ. അപ്പൊ എനിക്ക് എന്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാ. എല്ലാവർക്കും ഉള്ളതുപോലെയാണ് കേട്ടോ. പക്ഷെ ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് ടെൻഷൻ അല്ല, എനിക്കത് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യും, അത് നിർബന്ധമുണ്ട്. പിന്നെ ഈ സ്പെക്സ് വെച്ചിരിക്കുന്നത് കണ്ണിന് വലിയ പ്രോബ്ലം ഒന്നുമില്ല, പക്ഷെ ഇതെന്റെ പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ, ഈ സിസ്റ്റത്തിൽ നോക്കി കുറെ നേരം ഇരിക്കുമ്പോൾ അത് കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്പെക്സ്. പിന്നെ എനിക്ക് ചെറുതായിട്ടൊരു ഷോർട്ട് സൈഡ് ഉണ്ട്. ഷോർട്ട് സൈഡ് തീരെ കുറവാണ്, പക്ഷെ അത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്നാലൊന്ന് പ്രൊട്ടക്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ഒന്നാമത് ഞാൻ ഈ ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത് കുറച്ചുകൂടെ ഭയങ്കര സ്ട്രെസ് വരും. ഓക്കെ, ഭയങ്കര സ്ട്രെയിൻ വരുന്നുണ്ട്. സോ അപ്പൊ ഒരു സ്പെക്സ് വെച്ചു. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ യൂസേജ് അല്ലെ, പ്രൊട്ടക്ഷൻ ഇല്ലാത്തവരായിട്ട് ആരുമില്ല. ഞാൻ കുറച്ച് അധികം അഡിക്റ്റഡ് ആണ് ഇപ്പോ കുറച്ച് നാളുകളായിട്ട്. സോ ഫോണിന് ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ആ ഒരു പ്രൊട്ടക്ഷൻ, സൺലൈറ്റ് പ്രൊട്ടക്ഷൻ എല്ലാം ഉണ്ട്. കണ്ണൊന്ന് സൂക്ഷിക്കാം, അത്രയേ ഉള്ളൂ. കണ്ണ് എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട സാധനമാണ്. കണ്ണിൽ അറിയാലോ, ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ കണ്ണിന് വേണ്ട ഫുഡെല്ലാം ഞാൻ കഴിക്കാറുണ്ട്, മാക്സിമം ഞാൻ ഇൻടേക്ക് ചെയ്യാൻ നോക്കും. വൈറ്റമിൻ എ ആണ് ഇമ്പോർട്ടന്റ് കണ്ണിന് കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് വൈറ്റമിൻ എ അടങ്ങുന്ന കുറച്ച് ഫ്രൂട്ട്സും വെജീസും ഞാൻ കുറച്ച് നോക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. പറയാൻ കാരണം അതല്ല, ഐ ഹോസ്പിറ്റലിൽ പോയ കാര്യം പറയുന്നതാണ്. അപ്പൊ നമുക്കറിയാം അവിടെ ചെല്ലുമ്പോൾ എന്താണ്, അവിടെ റിസപ്ഷൻ ഉണ്ടാകും, അല്ല നമ്മുടെ ഡീറ്റെയിൽസ് ചോദിക്കും, പിന്നെയാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ളൊരു പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, അല്ലെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ അല്ലെ. സോ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാലോ. ഞാനിത് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ പോയിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ? ആരെങ്കിലും പോയിട്ടുണ്ടോ? പോയിട്ടില്ലേ സുചിത്ര? പ്രോബ്ലം അല്ലേ, അങ്ങനെയാണോ? നമ്മള് ഒരു ഏജ് കഴിഞ്ഞാല്, ഏജ് മീൻസ് ഞാൻ 30 ആണ് നമ്മുടെ പ്രായം എന്ന് പറയാം. 30 ഞാൻ കുറെ കാര്യങ്ങൾ നമ്മള് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ, ഒരുപാട് കാര്യം. ഓക്കെ, അതൊക്കെ മാക്സിമം നമ്മള് ശ്രദ്ധിക്കാൻ നോക്കണം. ചുമ്മാ പറയുന്നല്ല, ഞാനും നിങ്ങളെ പോലെ ഒരാളാണല്ലോ അല്ലെ. ഞാനൊരു ഹൗസ് വൈഫാണ്, ഞാനൊരു അമ്മയും കൂടെയാണ്. എനിക്കറിയാം നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ കാരണമല്ല എനിക്ക്, അതുപോലെ ഫാമിലി ഇഷ്യൂസും എല്ലാം അറിയാം. സോ എന്നാലും എന്നിരുന്നാലും നമ്മളെ തന്നെ നോക്കണം. നമ്മളെ നോക്കാൻ ആരും ഉണ്ടാവില്ല. സോ നമ്മളെ നോക്കണം എന്നേ ഞാൻ പറയും, കേട്ടല്ലോ. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോകാതെ ആരുമല്ലോ. ഹോസ്പിറ്റലിൽ ചെന്ന് എന്തൊക്കെയാ ചെയ്യണ്ടേ അറിയാം. പ്രൊസീജിയേഴ്സ് ഞാൻ പറയാതെ നിങ്ങൾക്ക് ഓരോരുത്തരും അറിയാം, എക്സ്പീരിയൻസ് ചെയ്താണ്. വേറെ എന്ത് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ പോലും ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷെ ഞാൻ വളരെ കുറവാണ്, ഹോസ്പിറ്റലിൽ പോകുന്നത് വളരെയധികം കുറവാണ്. ക്ലിനിക്കാണ്, ഞാൻ ക്ലിനിക്കിലാണ് പോവാറ്, ഹോസ്പിറ്റലിൽ പോവാറില്ല. ഞാൻ ഗവൺമെന്റ് ആണ്, ഞാൻ അലോപ്പതി സജസ്റ്റ് ചെയ്യാം, സജസ്റ്റ് എനിക്ക് താല്പര്യമില്ല. ഓക്കെ,
അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പോ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മനസ്സിലായല്ലോ. ഒരു പേഷ്യന്റ് ചെല്ലുമ്പോൾ അവർ ഇൻഫർമേഷൻസും കാര്യങ്ങളും കീപ്പ് ചെയ്യുന്നത്, അതുപോലെ ആ ഇൻഫർമേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. അതാണ് HIMS. ഓക്കെ, ഇനി എന്താണ് കോമ്പോണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്, HMS. ഓക്കെ, ഷോർട്ട് ഫോം ആണ് HMS. ഫസ്റ്റ് വൺ ഈസ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പോണക്കാലം മുന്നേ നമ്മൾ എന്താ ചെയ്യുക? അപ്പോയിന്റ്മെന്റ് എടുക്കണം അല്ലെ? Managing appointments manually is not only monotonous, but also increase the chance of making an error. Even in a recent study, 68% of patients said they were more inclined to choose a hospital where they could schedule other or cancer appointments on. Okay, ipo എല്ലാവരും അല്ലെ, ഇപ്പം മിക്ക ഹോസ്പിറ്റൽസിലാണെങ്കിലും നമുക്ക് ഓൺലൈൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ്സ് എടുക്കാം. സോ ഒരു 68% പേഷ്യൻസ് ആണെങ്കിൽ പോലും 60% പേഷ്യൻസ് ഇപ്പൊ പൊതുവെ എല്ലാവരും നമ്മുടെ അപ്പോയിന്റ്മെന്റ്സും എല്ലാം ഷെഡ്യൂൾ ചെയ്യുന്നത് ഓൺലൈൻ ത്രൂ ആണ്. അത് ക്യാൻസലേഷൻ കുറയാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ, ക്യാൻസലേഷൻ കുറയാനുള്ള ചാൻസ്, മീൻസ് പോവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ അങ്ങനെയല്ലേ, നമ്മൾ പോയി അറിയുന്നതിന് ഏറ്റവും ബെറ്റർ ഫോണിലൂടെ എല്ലാം അറിയുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ അറിയാൻ പറ്റും. ഞാൻ അങ്ങനത്തെ ഒരാളാട്ടോ. എന്തെങ്കിലും ഞാനപ്പോ തന്നെ വിളിച്ചു വെച്ചിട്ട് ഓക്കെ ആണോ, ഡോക്ടർ ഉണ്ടോ, അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പോകും. അതിപ്പോ ഏതൊരു ക്ലിനിക്കിലാണെങ്കിൽ പോലും അപ്പോയിന്റ്മെന്റ്സ് നമ്മൾ ചെയ്യുന്നത് ബുക്കിംഗ് ആണ്. ബുക്കിംഗ് എന്നാണ് നമ്മൾ പറയാം, അപ്പോയിന്റ്മെന്റ്സ് ബുക്കിംഗ് എന്ന് പറയാം. സോ നമ്മൾ ബുക്ക് ചെയ്യും, നമ്മൾ അവിടെ നമ്മുടെ ഷെഡ്യൂൾ ബുക്ക് ചെയ്യും. അവർ പറയും ഈ ടൈമിൽ ഇത്ര ടൈമിൽ വരാൻ പറയും. സോ ആ ടൈമിൽ നമ്മൾ പോകുന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. അതിന് വേണ്ടി നമ്മൾ പറയുന്നു, ഡീറ്റെയിൽസ് പറയുന്നു, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്ന ഡോക്ടേഴ്സിനെ അവരെ ഹാൻഡ് ഓവർ ചെയ്യുന്നു. എന്നിട്ടാണ് നമുക്ക് ഡോക്ടറെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, നമ്മൾ നോട്ട് ചെയ്യുന്നു. വീണ്ടും ആ പ്രിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യുന്നു, അവിടെ ഹോസ്പിറ്റലിൽ മറ്റു സ്റ്റാഫിന്റെ അടുത്ത് പോകുന്നു, അവിടെ നിന്ന് മെഡിസിൻ കിട്ടുന്നു. ഇങ്ങനെയൊക്കെയല്ലേ എല്ലാം ചെയ്യുന്നത്. സോ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഒരു കാര്യമാണ്. HMSലെ ഫസ്റ്റത്തെ ഒരു കാര്യമാണ്. A hospital management system enables us to add a scheduling option to the hospital's website. Website through നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. So that patients can easily schedule an appointment. ഈസി ആയിട്ട് നമുക്ക് ആ വെബ്സൈറ്റിലൂടെ നമുക്ക് നമ്മുടെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ പറ്റും. Once the patient has reserved an appointment, the hospital management system will match the patient's illness to the doctor's area or expertise. നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് അസുഖമാണോ അതിനെ ബേസ് ചെയ്ത ഡോക്ടറെ നമുക്ക് എന്താണ് അവരെ മാച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയും ചെയ്യും. നമുക്ക് അത് കൺസൾട്ട് ചെയ്യാൻ പറ്റും. It will then allocate them to the next available specialist on the one they prefer. നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യുന്ന ഓപ്ഷൻ ഇല്ലെങ്കിൽ പോലും സെയിം അല്ലെങ്കിൽ ആ ഒരു ക്യാൻസർ നോക്കുന്ന ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്യും. It also updates the available slots in real time to avoid any perplexity at the hospital. അതായത് എല്ലാം വായിച്ച് ഞാൻ കറക്റ്റായിട്ട് മീനിങ് പറഞ്ഞു. അല്ലാതെ സെന്റൻസ് വൈസ് മീനിങ് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാട്ടോ. ഒരിക്കലും സെന്റൻസ് വൈസ് മീനിങ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, the next step in appointment booking is to gather medical documents, and HMS with a patient portal is used to collect documents and share the patient history with the doctor well in advance. If the patient secures help at his house, the system will verify the doctor's availability for the remote list and assign accordingly. In this way, patients can create an easy and error-free process by digitizing the appointment reserving process. അപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് നമ്മൾ അപ്പോയിന്റ്മെന്റ് ഓൺലൈൻ ത്രൂ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. അപ്പോ ആ ഡോക്ടർ അവൈലബിൾ ആണോ അല്ലെങ്കിൽ എന്റെ ഡോക്ടർ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോ നമ്മൾ ഉദ്ദേശിച്ച ഡോക്ടർ ഇല്ലെങ്കിൽ പോലും ആ സെയിം കാറ്റഗറി അല്ലെങ്കിൽ സെയിം ഇൽനെസ് ട്രീറ്റ് ചെയ്യുന്ന ഏതും ഡോക്ടർ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. പെർപ്ലക്സിറ്റി എന്ന് പറയുന്നത് ആശയക്കുഴപ്പമെന്നാണ് മീനിങ് വരാം. പെർപ്ലക്സിറ്റി ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഇല്ലാതിരിക്കാൻ സഹായിക്കും. അവോയ്ഡ് എനി പെർപ്ലക്സിറ്റി അറ്റ് ദ ഹോസ്പിറ്റൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിന് അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ഈസ് ടു ഗ്യാദർ. അതായത് അടുത്ത സ്റ്റെപ്പ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ ഗ്യാദർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി നമ്മളൊക്കെ ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും കളക്ട് ചെയ്തിട്ട് പേഷ്യന്റിന്റെ ഹിസ്റ്ററി അല്ലെ അത് ഡോക്ടേഴ്സിന് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും കൊടുക്കും.
എന്നിട്ടാണ് എന്താ പേഷ്യൻസ് അത് ചെക്ക് ചെയ്യുന്നു. ഇത് അപ്പോയിന്റ്മെന്റ് വരെയാണ് കേട്ടോ. പേഷ്യൻസ് ഒരു ഡോക്ടറെ കൈമാറുന്നു. അതുകൊണ്ട് നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഏകദേശം സെറ്റ് ആയി. കാരണം പേഷ്യന്റ് നമ്മൾ കാത്തിരിക്കുക. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തു. ഇതായതുകൊണ്ട് നമ്മൾ അവിടെ വരും. നമ്മുടെ എല്ലാ ഹിസ്റ്ററിയും എല്ലാ ഡീറ്റെയിൽസും ഈ പറയുന്ന ഡോക്ടറുടെ കയ്യിലുണ്ട്. നമ്മൾ ചെന്ന് കണ്ടാൽ മാത്രം മതി. അപ്പൊ ഇതുവരെയുള്ള കാര്യം, അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന വരെയുള്ള കാര്യം മനസ്സിലായല്ലോ അല്ലെ? നമുക്ക് ഓൺലൈൻ ത്രൂ അപ്പോയിന്റ്മെന്റ് എടുക്കാം. അപ്പോയിന്റ്മെന്റ് നമ്മൾ ബുക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ടൈം പറയും. എന്നിട്ട് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഏത് ഡോക്ടറാണോ അങ്ങനത്തെ അവൈലബിൾ ആ ഡോക്ടർ നമ്മുടെ ഡീറ്റെയിൽസ് എടുത്തും കൈമാറുന്നു എന്ന് പറയുന്നു. സോ ആ ഡോക്ടർ നമ്മളെ വെയിറ്റിൽ ഇരിക്കുന്നു അല്ലെ? ഇതെല്ലാം നടക്കുന്നത് ശരിയല്ലേ? ശരിയല്ല? Yes, please. Yes, please. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ പോർഷൻ ഒക്കെ ഒന്ന് വായിച്ചോ കേട്ടോ. ഇത്രയും പോർഷൻ ഒന്ന് വായിച്ചോ എല്ലാവരും.
ഓക്കെ, കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? യെസ്, കമ്പ്യൂട്ടർ. ഓക്കെ, നെക്സ്റ്റ് പേഷ്യന്റ് മാനേജ്മെന്റ് അല്ലെ. നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞു. പേഷ്യന്റ് മാനേജ്മെന്റ്. After the patient orientation is completed, the patient is shifted to an IPD or OPD. നമ്മൾ പേഷ്യൻസിനെ ചെക്ക് ചെയ്ത് എല്ലാം കേട്ടതിന് ശേഷം അപ്പോയിന്റ്മെന്റ് എടുത്തു, പേഷ്യന്റ് വന്ന് കണ്ടു അല്ലെ. ദെൻ നമ്മൾ എന്ത് ചെയ്യും? IPD-ലേക്കോ OPD-ലേക്കോ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. IPD എന്താണ്? Inpatient, and ഔട്ട് പേഷ്യന്റ്. The patient management module of HMS caters to necessities of the inpatient and outpatient department. It collects and stores the medical history, treatment record, details of their previous visits, upcoming appointments, reports, insurance details, and more. It generates the unique admissions. It generates unique admissions numbers for each patient to easily handle admissions, discharges, and the transfer. It also builds a comprehensive discharge summary to make sure of smooth discharge. At the same time, it records and generates data documents, example, consent forms for electronic signature. When you begin collecting and storing data on HMS, the default also eliminates the need to get these details on every visit. HMS enables doctors and staff to focus more on the treatment than administrative work. വായിച്ചു കൊടുക്കാൻ നല്ല രീതിയിൽ പറയാം. അതായത് പേഷ്യൻസിന് നമ്മൾ ഓറിയന്റേഷൻ കഴിഞ്ഞ ശേഷം പേഷ്യൻസിന് നമ്മൾ IPD-ലേക്ക് OPD-ലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോ പേഷ്യന്റ് മാനേജ്മെന്റ് മോഡ്യൂളിലെ HMS അല്ലെ, HMS-ലെ പേഷ്യന്റ് മാനേജ്മെന്റിലെ ഇപ്പോ അത് നെസസിറ്റീസ് അനുസരിച്ചിട്ട് നമ്മുടെ പേഷ്യന്റ് ഇൻപേഷ്യന്റ് ആണോ, പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു. ഇവിടെ നമ്മൾ പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററിയും അതുപോലെ തന്നെ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണെന്നും അതിന്റെ പ്രീവിയസ് ലിസ്റ്റ് എന്തൊക്കെയാണ് ലിസ്റ്റ് ചെയ്ത് ഇനി അപ്കമിങ് അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്, അതിന്റെ റിപ്പോർട്ട്സുകൾ, ഇൻഷുറൻസ് ഡീറ്റെയിൽസുകൾ എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്തിരിക്കും. ഓക്കെ, പേഷ്യൻസിന്റെ then it generates unique admissions number for each patient to easily handle admission. അതായത് നമ്മുടെ ഓരോ പേഷ്യൻസിനും നമ്മുടെ അഡ്മിഷൻ നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യും. അത് കുറച്ചുകൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്തൊക്കെ അഡ്മിഷൻസ്, ഡിസ്ചാർജോ അതുപോലെ ട്രാൻസ്ഫർ, ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ യൂണിക് അഡ്മിഷൻസ് നമ്പേഴ്സ് ഈ പറയുന്ന പേഷ്യന്റ് മാനേജ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ നോട്ട് ചെയ്തേക്കുക. Then it also builds a comprehensive discharge summary to make sure of a smooth discharge. അപ്പോ ഇത് നമ്മുടെ അഡ്മിഷൻ നമ്പേഴ്സ് കൊടുക്കുന്നതിലൂടെ it also builds a comprehensive discharge summary, make sure of a smooth discharge. നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ തന്നെ ഓക്കെ, നമ്മള് ഇപ്പൊ പറഞ്ഞില്ലേ അഡ്മിഷൻ നമ്പേഴ്സ് അല്ലെ, കുറച്ചുകൂടെ നമുക്ക് എല്ലാ പ്രോസസ്സും ഈ പറയുന്ന ഡിസ്ചാർജ് പ്രോസസ് എല്ലാം കുറച്ചുകൂടി ഈസി ആക്കുന്നു പറഞ്ഞു. അതുപോലെ തന്നെയാണ് സെയിം തന്നെയാണ് ഡിസ്ചാർജ് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കിട്ടുന്ന എല്ലാ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, at the same time it records and generates related documents. അത് മാത്രമല്ല അതേ സമയം ഈ പറയുന്ന
ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന മാനേജ്മെന്റ് റെക്കോർഡ്സ് നമ്മൾ എല്ലാ റെക്കോർഡ്സും ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും കുറച്ച് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ കൺസെന്റ് ഫോംസ് ഫോർ ഇലക്ട്രോണിക് സിഗ്നേച്ചർ. ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറയുന്ന സംഭവം ഉണ്ട് അല്ലെ, നമുക്ക് സൈൻ ചെയ്യാം. ഇലക്ട്രോണിക് അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് സൈൻ ചെയ്യാം. സോ അതെല്ലാം കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റും. ഓക്കെ, അതിലൂടെ നമുക്ക് എന്താണ് നമ്മളും ആ ഹോസ്പിറ്റലുമായിട്ട് കുറച്ച് കണക്റ്റഡ് ആവുകയാണ്. കാരണം നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് പോകുന്നതിലൂടെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് ഇപ്പോ എന്തെങ്കിലും റിപ്പോർട്ട്സ് ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മുടെ ഫോണിൽ റിസൾട്ട്സും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അല്ലെ, നമുക്ക് കിട്ടാൻ സാധിക്കുന്നതാണ്. സോ അങ്ങനെ ഒരു ഒരേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് പറഞ്ഞു വരുന്നതാണ് കേട്ടോ. If you wish to automate other activities like patient communication or automatic activities, connect ചെയ്യാണെങ്കിൽ automate ചെയ്യാണെങ്കിൽ activities patients എല്ലാ കാര്യങ്ങളും നമുക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മീൻസ് നമുക്ക് അറിയാൻ പറ്റും. ഓ ഇത്രയുള്ള ഫോൺ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. Consider integrating your HMS with the marketing automation software. Automation software നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. It will help you to automate communication with patients and doctors. You can send appointments and lab test reminders or follow-ups and create a meaningful, long-lasting relationship. നമ്മൾ പെട്ടെന്ന് പോയിട്ട് കണ്ടുവരുന്ന പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ റിപ്പോർട്ട്സും കാര്യങ്ങളും കിട്ടും. നമ്മൾ അല്ലാതെ ലൈഫ് ലോങ് നമ്മൾ അറിയാമല്ലോ, നമുക്ക് എന്തെങ്കിലും ഡ്രസ് കൊണ്ടെങ്കിൽ നമ്മൾ മന്ത്ലി പോയി ചെക്കപ്പ് ചെയ്യാലും മന്ത്ലി പോയി ഡോക്ടറെ മന്ത്ലിയോ അല്ലെങ്കിൽ അറിയാം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. സോ ഇതെല്ലാം മന്ത്ലി ഫോളോ അപ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണെങ്കിലും റെഗുലർ റിമൈൻഡേഴ്സ് ആണെങ്കിലും നമുക്ക് ഈ സോഫ്റ്റ്വെയർ നമ്മളത് അറിയിക്കും. അതായത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലോങ് ലാസ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ലോങ് ലാസ്റ്റ് റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത് ഈ സിസ്റ്റത്തിൽ. ഇപ്പൊ നമ്മളെല്ലാം പറയുന്ന എല്ലാ സിസ്റ്റങ്ങളും എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ പേഷ്യന്റ് മാനേജ്മെന്റ് ആണ്. പേഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും അവിടെ സ്റ്റോർ ചെയ്യുന്നു. ഈ പറയുന്ന സോഫ്റ്റ്വെയർ സ്റ്റോർ ചെയ്യുന്നു. ആ സ്റ്റോർ ചെയ്യുന്നതിലൂടെ നമ്മൾ നെക്സ്റ്റ് മന്തിന് എന്ന് കൺസൾട്ട് ചെയ്യണം എന്ന എല്ലാ ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവും. സോ നമുക്ക് മെസ്സേജ് വരും, ഇന്ന ദിവസം കൺസൾട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന റിസൾട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്, അത് വന്ന് വാങ്ങണം. അപ്പൊ ഇതെല്ലാം നമുക്ക് നമ്മുടെ ഫോണിൽ മെസ്സേജ് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ അതെല്ലാം അല്ലെ? നമ്മളിപ്പോ എവിടെ പോയാലും നമ്മൾ നമ്പർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മെസ്സേജ് വരും. എല്ലാം അറിയാം നമ്മുടെ ഫോണിലൂടെയാണ്. നമ്മുടെ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇത് അറിയണം എങ്ങനെയാണ്? ഒരു വിളിച്ചു പറയാണോ ചെയ്യുക അല്ലെ? പണ്ടൊക്കെയാണെങ്കിൽ വിളിച്ചു പറയും. ഇപ്പൊ എങ്ങനെയാണോ? മെസ്സേജ് വരും. ശരിയാണോ? കേൾക്കുന്നുണ്ടോ? ക്ലാസ്സിലുണ്ടോ എല്ലാവരും? പോയോ? ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂട്ടെ. നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ ടെക്സ്റ്റ് വഴിച്ച് പഠിക്കാതെ നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കും. ടെക്സ്റ്റിലെ സംഭവം അത് വലിച്ചു വാരി എഴുതിയിരിക്കുന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ അയ്യോ എന്താണ് എന്ന് ചിന്തിക്കും. അത്രയൊന്നും ഇല്ല, മനസ്സിലായോ? നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യൂ. ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കൂ. അത്രയേ ഉള്ളൂ. ഈ അപ്പോയിന്റ്മെന്റ് എന്താ? അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. അതെങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുക്കാം? നമ്മള് ഓൺലൈൻ ആണ്. ഓൺലൈൻ ത്രൂ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. പിന്നെ എന്താ ചെയ്യാ? പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യാം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. പിന്നെ അതെല്ലാം നമ്മൾ ഫീഡ് ചെയ്യാണ്, ആ സോഫ്റ്റ്വെയർ ഫീഡ് ചെയ്യുന്നുണ്ട് അല്ലെ? അതിനുശേഷം നമുക്ക് എല്ലാ കാര്യവും നമ്മുടെ മെസ്സേജിലൂടെ നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കും. അത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പോടെ അവിടെ കണ്ടിന്യൂ ചെയ്യാണ്. ശരിയല്ലേ? ഇത്രയുള്ള സംഭവം. ഇത് വായിക്കുമ്പോ എന്തോ ഭയങ്കര ഭീകരമായ കാര്യമാണല്ലോ മിസ് പഠിപ്പിക്കുന്നതെന്ന് ചിന്തിക്കും. അതൊന്നുമില്ല. അതിന്റെ ഇൻട്രൊഡക്ഷൻ എടുക്കുകയാണെങ്കിൽ പോലും അതിലൊന്നുമില്ല. ആ സിസ്റ്റം എന്താണെന്നും അതെന്തിനു വേണ്ടിയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. HIMS എന്താണെന്നും അതെന്തിനു വേണ്ടിയാണെന്നാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. പിന്നെയുള്ളത് HMS ആണ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ അപ്പോയിന്റ്മെന്റ് ആണ് അല്ലെ? എങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു പറഞ്ഞു. പിന്നെ എന്താ ചെയ്യണ്ടേ? പേഷ്യന്റ് കെയർ ചെയ്യണ്ടേ, ട്രീറ്റ് ചെയ്യണ്ടേ? അതാണ് പേഷ്യന്റ് മാനേജ്മെന്റിൽ വരുന്നത്. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ ഏതൊരു കാര്യവും അപ്രോച്ച് ചെയ്യേണ്ടത് കേട്ടോ. കേൾക്കുമ്പോൾ ഭയങ്കര ഭീകരമായിട്ട് തോന്നുന്നത്. കണ്ടന്റ് വളരെ സിമ്പിളാണ്. കിട്ടിയോ? ഇപ്പൊ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടു, ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുത്തു. നിങ്ങൾ അന്ന് വിചാരിക്കും നിങ്ങളാണ് ചെയ്യുന്നത്. ഡോക്ടറെ ഫോൺ വിളിച്ചിട്ട് നമ്മള് എന്നിട്ട് ഡോക്ടറോട് എല്ലാ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ സ്റ്റാഫിനെ വിളിച്ചിട്ട് നമ്മൾ ക്ലിനിക്കിലോ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഞാൻ അപ്പോയിന്റ്മെന്റ് വേണം, ഡോക്ടർ എന്നുണ്ടാവുന്ന ചോദിക്കും. ഡോക്ടർ ഇന്ന ദിവസം ഉണ്ടാവും, ഇന്ന ദിവസം ഇന്ന സമയത്ത് വന്നാലും ഡോക്ടറെ കാണാൻ പറ്റുന്ന അവര് പറയുന്നത്. ഓക്കെ ബുക്ക് ചെയ്തോളൂ എന്ന് പറയും. പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്നു. അപ്പോഴേക്കും ആ ടൈം ആകുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ടൈം അനുസരിച്ചിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഡോക്ടേഴ്സിന് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നു. ഡോക്ടർ നമ്മൾ ചെക്ക് ചെയ്യുന്നു, നമ്മുടെ അസുഖങ്ങളും എല്ലാം ചെക്ക് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും പറയുന്നു. ഡോക്ടറോടെ അതെല്ലാം ഡോക്ടർ ചെയ്യുന്നുണ്ട്.
സോ ഇതെല്ലാം നമ്മൾ എന്താണ് പറയുന്നത് സോഫ്റ്റ്വെയറിൽ ഫീഡ് ചെയ്യുന്നു അല്ലെ. മറ്റ് സ്റ്റാഫ് നമുക്ക് കൊടുക്കുമ്പോൾ അവർ ഫീഡ് ചെയ്യാണ്. ഇന്ന മെഡിസിൻ കൊടുത്തു, ഇന്ന നാളെ വന്നു, ഇന്ന ഡോക്ടറെ കണ്ടു, ഇന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്, എല്ലാ ഡീറ്റെയിൽസ് അതിലുണ്ട്. അപ്പൊ ഡോക്ടർ പറയാണ് നെക്സ്റ്റ് മന്ത് വന്ന് മീറ്റ് ചെയ്യും കേട്ടോ, അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയാം. സോ നെക്സ്റ്റ് വന്ന് മീറ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഈ ഫീഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്പർ കൊടുക്കുകയാണ്, നമ്മൾ നമ്പർ കൊടുക്കും, നമ്മൾ മെയിൽ കൊടുക്കും, ഇതെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് ഹോസ്പിറ്റലിൽ ഇല്ലേ, ചെയ്യാറുണ്ട്. സോ ഇതിലൂടെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ റിസൾട്ട് എന്തായിരുന്നു, നമ്മുടെ റിസൾട്ട് എന്തായിരുന്നു, ഡോക്ടർ കണ്ടത് എന്തായി, എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ലോക്കൽ ഹോസ്പിറ്റൽ അറിയാൻ പറ്റില്ലെങ്കിൽ പോലും അത്യാവശ്യം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. മനസ്സിലായോ? പിന്നെ ഇന്ന ദിവസം വരണമെന്നും റിമൈൻഡർ ഉണ്ടാവും, ഓർമ്മിപ്പിക്കും നമ്മളെ ഇന്ന ദിവസം വരണോട്ടോ, മെസ്സേജ് വരും, ഇന്നലെ കൂടെ റെഡി ആയിട്ട് കേട്ടോ, ശരിയല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എടുത്തത്. ഞാൻ ഇംഗ്ലീഷ് വായിച്ച് കേൾക്കുമ്പോൾ പഠിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എത്ര മതിയോ? ഇനി എടുക്കണോ? ഫെസിലിറ്റി മാനേജ്മെന്റ്. ഓക്കെ, facility management. The facilitates a smooth experience for patients. It's necessary for staff to have easy access to necessary hospital records. A facility management module of HMS helps you to keep records of bed availability, occupancy, status of rooms within specialized care, and more. It collects all such information and make it easily available to the receptionist. If a hospital has different facilities, then HMS connects them to provide an overall picture. For example, doctors can access patients' data from any hospital. Patients can visit any hospital in the case of their convenience, as all records are available online. Facility, അതായത് നല്ല രീതിയിൽ നമ്മള് ഒരു ഹോസ്പിറ്റൽ നമ്മൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ്, പേഷ്യൻസ് എക്സ്പീരിയൻസ് കുറച്ച് സ്മൂത്ത് ആയിട്ടിരിക്കണം. അത്രയും ആ തരത്തിലുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ ഫെസിലിറ്റി മീൻസ് എല്ലാവരും കൂടെ എന്താണ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക, മാനേജ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും എല്ലാ സ്റ്റാഫും ആയിക്കോട്ടെ, എല്ലാ സ്റ്റാഫും കൂടെ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം ഓക്കെ ഹോസ്പിറ്റലിൽ എല്ലാവരും നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുണ്ടെന്ന് നമ്മൾ പറയും അല്ലെ. ആ സമയം ഹോസ്പിറ്റലിൽ പണ്ടത്തെ ഒരു ഉദാഹരണമുണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ മൈൻഡ് ചെയ്യുക, അവിടുത്തെ സിസ്റ്റേഴ്സ് ഭയങ്കരമാണ്, അതൊക്കെ നമുക്ക് പണ്ടൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല അല്ലെ, കേൾക്കുന്നില്ല. ഞാനൊക്കെ അങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുക, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. അത് തന്നെയാണ് ഇവിടെ. ഓക്കെ, രീതിയിൽ നമ്മള് എല്ലാ രീതിയിലും നമ്മുടെ ഫെസിലിറ്റി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ HMS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഹെൽപ്പ് you to keep records of bed availability. Bed available ആണ്, occupancy status ഒക്കെ എങ്ങനെയാണ്, റൂംസിലൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് കെയർ ഇതൊക്കെ കിട്ടോ, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് all such information easily available to the receptionist. എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്യുന്നു, എന്നിട്ട് റിസപ്ഷനിസ്റ്റ് റിസപ്ഷനിൽ ഈസിലി അവൈലബിൾ ആകാൻ പറ്റുന്ന എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്യുന്നുണ്ട്. And if your hospital has different facilities, then HMS connects them to provide different facilities കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ HMS എന്തെയും ഓവറോൾ പിക്ചേഴ്സ് നമുക്ക് കണക്ട് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡോക്ടർ ക്യാൻ ആക്സസ് പേഷ്യന്റ് ഡാറ്റ ഫ്രം എനി ഹോസ്പിറ്റൽ. ചില ഹോസ്പിറ്റൽസിൽ പേഷ്യൻസിന്റെ ഡാറ്റ ഡോക്ടേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതർവൈസ് പറയുകയാണെങ്കിൽ പേഷ്യന്റ് ക്യാൻ വിസിറ്റ് എനി ഹോസ്പിറ്റൽ based on their convenience. ചിലതില് പേഷ്യൻസിന്റെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ റെക്കോർഡ്സും ഓൺലൈൻ അവൈലബിൾ ആയിരിക്കും. അങ്ങനത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും ചില ഹോസ്പിറ്റൽസിൽ ഉണ്ടാവും. മനസ്സിലായോ? പേഷ്യൻസിന്റെ എല്ലാ ഡയറക്റ്റും ഡോക്ടേഴ്സിന് കിട്ടുന്ന തരത്തിലും, അതുപോലെ തന്നെ നമ്മുടെ സൗകര്യം അനുസരിച്ച് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അങ്ങനത്തെ കുറെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഹോസ്പിറ്റൽസ് ഉണ്ടാകും. സോ ഈ പറയുന്ന ഫെസിലിറ്റി മാനേജ്മെന്റ് മനസ്സിലായോ? നമുക്ക് എല്ലാ തരത്തിലും ഫെസിലിറ്റി ചെയ്തു തരുന്ന ഒരു മാനേജ്മെന്റ് ആണ് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മള് പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് എടുത്തു, പേഷ്യന്റിനെ കണ്ടു, ഡോക്ടറെ കണ്ടു, പേഷ്യന്റ് മാനേജ് ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി എന്തൊക്കെ തരത്തിലുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമ്മൾ മാനേജ് ചെയ്യണ്ടേ? സോ അതാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഘട്ടമായിട്ട് നമ്മൾ ചിന്തിക്കണം. അത്രയൊക്കെ ഉള്ളൂ. ഇനി പറയുന്നില്ലേ സ്റ്റാഫ് മാനേജ്മെന്റ് ആണ്, അത്രയൊക്കെ എടുത്താൽ മതി.
പതുക്കെ പോവാം. ഞാൻ എങ്ങനെ വന്ന് പറഞ്ഞു വന്നാലും മറ്റേ പോഷൻ വേഗം വേഗം തീരും, കഷ്ടമല്ലേ. ഞാനിതൊക്കെ മനസ്സിലാവുന്നുണ്ടോ നമുക്ക്? സത്യം പറഞ്ഞു, സ്പീഡ് ഉണ്ടെന്ന് പറയരുത്. സ്പീഡ് മാത്രമേ ഞാൻ കേൾക്കുന്ന ഒരു കംപ്ലൈന്റ് ഉള്ളൂ. എന്നാലും ഞാൻ പിന്നെയും പറയുന്നുണ്ട്, അല്ലെ? ക്ലാസ് ഓക്കെ ആണോ? ജസ്റ്റ് മനസ്സിലാക്കി വെക്കൂ കേട്ടോ. പിന്നെ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കാം. അറിയാലോ ടെക്സ്റ്റ് വൈസ് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ പഠിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഭയങ്കര ഭീകരമാണെന്നൊക്കെ കാണിക്കുന്നേ ഉള്ളൂ. അല്ലാതെ നമ്മളിതെല്ലാം അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഫെസിലിറ്റി ആയിരിക്കോ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉള്ളത്? ആണോ? ആണോ? അത്രേ ഉള്ളൂ. ഫെസിലിറ്റി മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. പ്രൈവറ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കാശ് കൊടുത്ത് നമ്മൾ അവിടെ പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്താണ്? ഗവൺമെന്റ് നമുക്ക് ഇങ്ങനെ പൈസ തന്നെ, നമ്മുടെ പൈസ ചെലവാക്കാതെ നമ്മൾ ഗവൺമെന്റ് നോക്കുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ മനസ്സിലായോ എന്താണ് സംഭവം എന്ന്? അത്രയേ ഉള്ളൂ. അത് ചിന്തിച്ചാൽ മതി. ഇതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ എന്തൊക്കെയുണ്ട് പറയോ? വിശേഷങ്ങൾ ഇനി പറയോ? എടുക്കുന്നുള്ളൂ ഞാൻ, ഇനി എടുക്കുന്നില്ല. പിന്നെന്താ? എന്തെങ്കിലും പറ നിങ്ങള്, ഒന്നും ഇണ്ടാത്തേ. ഞങ്ങൾ സ്മാർട്ട് ശ്രീയുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവരാണോ? ഞങ്ങൾ ടീച്ചേഴ്സിന്റെ നൃത്തങ്ങൾ കാണുന്നവരാണോ? അതിനെ കുറിച്ചൊന്നും പറയാറില്ല. കാണാറുണ്ട്. എന്തോ? കാണാറുണ്ട് മാം. കാണാറുണ്ട്. എന്നാലും എന്തെങ്കിലും പറഞ്ഞൂടെ? കണ്ടു കഴിഞ്ഞാല് ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങള്. കൊള്ളാട്ടോ, കൊള്ളെന്ന് പറയാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് സ്വീകരിക്കുന്നതായിരിക്കും. എന്നിട്ടും മിണ്ടുന്നില്ല. ഇത്രയും പോർഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങള് എടുത്ത പേഷ്യന്റ് മാനേജ്മെന്റ്, ഫെസിലിറ്റി മാനേജ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയത് അത് മനസ്സിലാവുന്നുണ്ടോ കേട്ടോ?
ഓക്കെ, എല്ലാവരും വായിച്ചു കഴിഞ്ഞല്ലോ. എല്ലാവരും പോവുകയും ചെയ്തു, വായിക്കുകയും ചെയ്തു. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഒരു പ്രത്യേകിച്ച് ഒന്നും ഇല്ല പറയാനായിട്ട്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം, അതുപോലെ നന്നായിട്ട് വായിക്കുകയും ചെയ്യാം കേട്ടോ. വായിച്ച് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഫൈൻഡ് അപ്പ് ചെയ്യാണ്. ലെറ്റ്സ് ഫൈൻഡ് അപ്പ് ടുഡേയ്സ് സെഷൻ. ഓക്കെ, താങ്ക് യു ഓൾ ആൻഡ് സീ യു നെക്സ്റ്റ് ക്ലാസ്.